അമ്മയെന്ന് കേട്ടാൽ അവനിപ്പോൾ വെറുപ്പാണ്. കുട്ടിക്കാലം മുതൽ അമ്മയുടെ എല്ലാ വഴിവിട്ട ബന്ധങ്ങളും കണ്ടു വളർന്ന ബാല്യം. വിദേശത്തുള്ള അച്ഛനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പകയിൽ ആ കുരുന്നിന് പലപ്പോഴും തല്ലും വഴക്കും കിട്ടിയിട്ടുണ്ട്. ഒടുവിൽ അമ്മയും കാമുകനും ചേർന്ന് 13കാരനെ ക്രൂരമായി തല്ലിച്ചതച്ചു. കൊല്ലം പുനലൂരിലാണ് 7ാം ക്ലാസ്സുകാരനെ മാതാവും ആൺസുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. കുട്ടിയുടെ കൈക്ക് പൊട്ടലും ശരീരമാസകലം അടിയേറ്റതിൻ്റെയും കടിച്ചതിൻ്റെയും പാടുകളുമുണ്ട്. കേസിൽ അമ്മയുടെ കാമുകൻ കോട്ടയം സ്വദേശി വിപിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയ്ക്കെതിരെയും ഉടൻ കേസെടുക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഏരൂർ കരിമ്പിൻകോണത്ത് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. മർദ്ദനമേറ്റ 13കാരനെ നാട്ടുകാരാണ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏരൂർ കരിമ്പിൻകോണം സുധർമ്മ മന്ദിരത്തിൽ സൗമ്യ, ഇവരോടൊപ്പം താമസിച്ചു വരുന്ന കോട്ടയം സ്വദേശി വിപിൻ എന്നിവർക്കെതിരെ കുട്ടിയുടെ പിതാവ് സജി ഏരൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. അങ്ങനെ കോട്ടയത്തുള്ള ബിപിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ വീട് പണിക്ക് വേണ്ടി വന്ന് ഇവളും അവനും ഒന്ന് ഭാര്യയും ഭർത്താവും പോലെ ജീവിതം. സൗമ്യ എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ അച്ഛൻ വിദേശത്തായിരുന്നു. ആ അദ്ദേഹം അവിടുന്ന് ഇവരെ വീട്ടിൽ വന്നായിരുന്നു. അപ്പം ഇവരെ വീട്ടിൽ ഈ 2ാം ഭർത്താവ് എന്ന് പറഞ്ഞ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളെ ഇവർ പിടിച്ചുകൊണ്ട് പോയി തിരുവനന്തപുരത്ത് കൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ റൂമെടുത്ത് താമസിച്ചിട്ട് പറഞ്ഞ് പപ്പ നാട്ടിലേക്ക് കുറച്ച് നാളത്തേക്ക് വരണ്ട. അപ്പോൾ ആ വീട്ടിൽ അയക്ക് കയറാൻ ഒക്കത്തില്ല. അങ്ങനെ ഇന്ന് എൻ്റെ മോനെയും വിളിച്ചുകൊണ്ട് ഇവർ രണ്ടും കൂടെ അവിടെ പോയപ്പോഴാണ് ഇതേണൊക്കെ ചെയ്യുന്നത്. ഈ തള്ളയും മോളും ഈ ബിപിനെന്ന് പറഞ്ഞ 2ാം ഭർത്താവ് അവിടെ കണ്ടമാനം ഉപദ്രവിച്ചെന്നാണ് മോൻ പറയുന്നത്. വിദേശത്തായിരുന്ന സജിയുടെ പേരിലുള്ള വീടും പുരയിടവും വിപിനും സൗമ്യയും വ്യാജരേഖ ചമച്ച് ബാങ്കിൽ പണയപ്പെടുത്തിയെന്നറിഞ്ഞത് അന്വേഷിക്കാനാണ് കുട്ടിയെയും കൂട്ടി മുത്തശ്ശൻ പോയതെന്ന് പരാതിയിൽ പറയുന്നു. കരിമ്പിൻകോണത്തെ സൗമ്യ താമസിക്കുന്ന വീട്ടിലെത്തി വിവരങ്ങൾ സംസാരിക്കുന്നതിനിടെ വിപിനും സൗമ്യയും ചേർന്ന് കുട്ടിയെയും മുത്തശ്ശനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് ആരോപണം. മർദ്ദനത്തിൽ കുട്ടിയുടെ കൈക്ക് പൊട്ടലും ശരീരമാസകലം അടിയേറ്റതിൻ്റെയും കടിച്ചതിൻ്റെയും പാടുകളുണ്ട്. വിവരമറിഞ്ഞെത്തിയ ഏലൂർ പോലീസ് വിപിനെ സംഭവസ്ഥലത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സൗമ്യക്കെതിരെ കേസെടുത്തേക്കും. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പുനലൂർ.